السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين أما بعد. ദർസുൽ ഖുർആനിൻ്റെ പ്രതിവാര ക്ലാസ്സിൽ കഴിഞ്ഞ ആഴ്ചയിൽ 64-ാമത്തെ അധ്യായം സൂറത്തു തഗാബുൻ, അതിലെ അവസാന വരികളാണ്, ആയത്തുകളാണ് നമ്മൾ വിശദീകരിച്ചത്. ഇന്ന് അതിനു മുകളിലുള്ള അല്ലെങ്കിൽ അതിന് ശേഷമുള്ള 63-ാമത്തെ അധ്യായം സൂറ അൽ മുനാഫിഖൂൻ ആണ് നമ്മൾ ആരംഭിക്കുന്നത്. സൂറത്തുൽ മുനാഫിഖൂൻ പ്രസ്തുത അധ്യായത്തിലെ 1 മുതൽ 4 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إذا جاءك المنافقون قالوا نشهد إنك لرسول الله والله يعلم إنك لرسوله والله يشهد إن المنافقين لكاذبون. മിക്കവാറും എല്ലാ വെള്ളിയാഴ്ചകളിലുമൊക്കെ സൂറത്ത് ജുമഅയും സൂറത്തുൽ മുനാഫിഖൂനും നമ്മൾ കേൾക്കുന്നവരാണ്. അൽ മുനാഫിഖൂൻ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം കപടവിശ്വാസികൾ എന്നതാണ്. ഈ അധ്യായം അവതരിക്കാനുള്ള ഒരു പശ്ചാത്തലം, ഒരു സാഹചര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ പോവുകയും അവിടെ ഇസ്ലാമിന് കൂടുതൽ വളർച്ചയും പ്രസരിപ്പും ആളുകൾക്കിടയിൽ അംഗീകാരവും ഉണ്ടാവുകയും അങ്ങനെ വലിയ തോതിൽ ആളുകൾ ഇസ്ലാം സ്വീകരിക്കുകയുമെല്ലാം ചെയ്ത സന്ദർഭത്തിൽ മദീനയിലെ പ്രമുഖ ഗോത്രങ്ങളായിരുന്ന ഔസ്, ഖസ്റജ്, ഈ 2 ഗോത്രങ്ങളിൽപ്പെട്ട ചില ആളുകൾ ആത്മാർത്ഥമായി ഇസ്ലാം സ്വീകരിക്കുന്നതിന് പകരം പുറത്ത് വിശ്വാസം കാണിക്കുകയും അകത്ത് വിശ്വാസമില്ലായ്മ മാത്രമല്ല, പലപ്പോഴും ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും വെച്ച് പുലർത്തുന്ന ഒരു കാപട്യ രീതി സ്വീകരിക്കുകയും ചെയ്തു. അതിനവർക്ക് പല കാരണങ്ങളുണ്ടായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ തങ്ങളുടെ സ്ഥാനമാനങ്ങൾ നഷ്ടപ്പെട്ടു പോകുമോ, തങ്ങളുടെ സ്വത്തുവകകൾ ഇല്ലാതാകുമോ, അതേപോലെ തന്നെ പേരും പ്രശസ്തിയുമൊക്കെ ഇല്ലാതാകുമോ എന്ന ഒരാശങ്ക അവർക്കുണ്ടായിരുന്നു. കാരണം സ്വത്തുള്ള ആളുകൾ അവിടെ സ്വത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് നൽകേണ്ടി വരും. അതേപോലെ തന്നെ ഗോത്രമഹിമയുടെയോ കുലമഹിമയുടെയോ ഒരു പ്രയോറിറ്റി ആർക്കും ഇസ്ലാം നൽകുന്നില്ല. അപ്പൊ ഇതൊക്കെയും ഇതുവരെ ഉണ്ടായിരുന്നത് ഇസ്ലാം സ്വീകരിക്കുന്നതോടുകൂടി തങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോകുമോ എന്ന ആശങ്കയിൽ അവർ പുറത്ത് വിശ്വാസികളാണെന്ന് പ്രകടിപ്പിക്കുകയും അകത്ത് മറ്റൊന്ന് സൂക്ഷിക്കുകയും ചെയ്തു. ഈ ഒരു സന്ദർഭത്തിൽ അത്തരം ആളുകളെ, ആ കപടന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നും അവരെക്കുറിച്ച് നിങ്ങൾ ജാഗരൂകരായിരിക്കണമെന്നും ഉണർത്തിക്കൊണ്ട് അള്ളാഹു
സത്യവിശ്വാസികൾക്ക് നൽകിയ ചില കാര്യങ്ങളാണ്, കപടവിശ്വാസികളെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത്. നമുക്കറിയാം, മക്കയിൽ കപടവിശ്വാസികൾ ഇല്ലായിരുന്നു, മുനാഫിക്കുകൾ ഇല്ലായിരുന്നു. എന്നാൽ മദീനയിലെത്തി പ്രവാചകന്റെ ഹിജ്റയ്ക്ക് ശേഷം ഇസ്ലാം വ്യാപിക്കുകയും ഇസ്ലാമിന് വലിയ വളർച്ചയുണ്ടാവുകയും ചെയ്ത സന്ദർഭത്തിലാണ് ഈ കപടവിശ്വാസികൾ രംഗപ്രവേശനം ചെയ്തത് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതാണ് ഖുർആൻ ഇവിടെ സൂചിപ്പിക്കുന്ന കാര്യം. ഇവര് പലപ്പോഴും പുറത്ത് വിശ്വാസം നടിച്ചുകൊണ്ട് പ്രവാചകനോടും സഹാബത്തിനോടും ആ രീതിയിൽ പെരുമാറുകയും പലപ്പോഴും താങ്കൾ അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്നൊക്കെ ശപഥം ചെയ്യുകയും ചെയ്യാറുണ്ടായിരുന്നു. എന്നാൽ അവരുടെ അകത്ത് ആ ശപഥത്തിന് യോജിച്ച വിശ്വാസമില്ല എന്ന് അള്ളാഹുവിനറിയും. അതുകൊണ്ട് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഇദാ ജാഅക്കൽ മുനാഫിഖൂന, നബിയെ, കപടവിശ്വാസികൾ അങ്ങയുടെ അടുത്ത് വരികയും ഖാലു, എന്നിട്ട് അവരങ്ങയോട് പറയും, നഷ്ഹദു, ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരാണ്, ഇന്നക ലറസൂലുള്ളാഹ്, അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണ്, ദൂതനാണ് എന്ന കാര്യത്തിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരാണ് എന്ന് അങ്ങയുടെ അടുത്ത് വന്നുകൊണ്ട് അവര് പറയും. വല്ലാഹു യഅലം, അള്ളാഹുവിനറിയാം, ഇന്നക ലറസൂലുഹു, അങ്ങ് അള്ളാഹുവിന്റെ റസൂലാണ്, ദൂതനാണ് എന്ന് അള്ളാഹുവിനറിയാം. വല്ലാഹു യഷ്ഹദു, അള്ളാഹുവിനറിയാം, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, ഈ കപടവിശ്വാസികൾ കളവാണ്, വ്യാജമാണ് പറയുന്നത് എന്നതിന് അള്ളാഹു സാക്ഷിയാണ്. യഥാർത്ഥത്തിൽ അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന കാര്യം അങ്ങയെ നിയോഗിച്ചവനായ അള്ളാഹുവിനറിയാം. പക്ഷേ കപടവിശ്വാസികൾ അങ്ങയുടെ മുമ്പിൽ വന്നുകൊണ്ട് അങ്ങയോട് പറയും, അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നവരാണ് എന്നൊക്കെ പറയും. യഥാർത്ഥത്തിൽ അത് ബാഹ്യമായ ഒരു പ്രകടനം മാത്രമാണ്. അവർ മനസ്സുകൊണ്ട് അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്ന് ദൃഢമായി വിശ്വസിക്കുന്നവരല്ല എന്നുള്ള കാര്യം അവരുടെ മനോനുകരങ്ങൾ അറിയുന്ന, അവരുടെ മനസ്സുകളുടെ അകത്തേക്ക് അവരുടെ വിചാരങ്ങളെ അറിയുന്ന അള്ളാഹുവിന് അറിയുമെന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഈ ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, കാപട്യം എന്ന് പറയുന്നത് അത് പല സ്റ്റേജുകളിലാണ്. വിശ്വാസപരമായ കാപട്യങ്ങളുണ്ട്, അതേപോലെ തന്നെ മറ്റു ചില രൂപത്തിലുള്ള കാപട്യങ്ങളുണ്ട്. അത് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട്. ഇസ്ലാമിന്റെ വൃത്തത്തിൽ നിന്ന് പുറത്തു പോകുന്ന കാപട്യം, എന്നാൽ സംസാരത്തിലും ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മുടെ മനസ്സുകളിലേക്ക് നമ്മൾ അറിയാതെ കടന്നു വരുന്ന കാപട്യങ്ങളുണ്ട്. ഇതും നിഫാഖ് തന്നെയാണ്. പക്ഷെ അത് കാരണം ഒരുപക്ഷെ അയാൾ ഇസ്ലാമിക വൃത്തത്തിൽ നിന്ന് പുറത്തുപോയി കളയണമെന്നില്ല. ഇവിടെ അള്ളാഹു മദീനയിലെ അകത്ത് വിശ്വാസം ഇല്ലാതെ പുറത്തു പ്രകടിപ്പിച്ച യഥാർത്ഥ കപടവിശ്വാസികളെ കുറിച്ചാണ് പറയുന്നത്. അത് കുറച്ച് ഗൗരവമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ആ പേരിൽ തന്നെ അൽ മുനാഫിഖൂൻ, കപടവിശ്വാസികൾ എന്ന് നാമകരണം ചെയ്തുകൊണ്ട് ഈ അധ്യായം അള്ളാഹു അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, മദീനയിലെ ആ കപടവിശ്വാസികളുടെ മനസ്സിനകത്തുള്ള കാപട്യം പ്രവാചകന് കാണാൻ കഴിയില്ല, അറിയാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹു പ്രവാചകന് പറഞ്ഞു കൊടുക്കുകയാണ്, അവര് താങ്കളുടെ അടുത്ത് വന്ന് അങ്ങ് താങ്കളുടെ ദൂതനാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറഞ്ഞാലും അവർ യഥാർത്ഥത്തിൽ അതിന് സാക്ഷ്യം വഹിക്കുന്നവരല്ല. അവർ പുറത്തു മാത്രമാണ് അങ്ങനെ പറയുന്നത്. അകത്ത് അവർക്ക് അങ്ങനെ ഒരു വിശ്വാസമില്ല എന്നുള്ള കാര്യത്തിന് വല്ലാഹു യഷ്ഹദു, അള്ളാഹു സാക്ഷിയാണ്. കാരണം അവരുടെയും നമ്മുടെ എല്ലാവരുടെയും മനസ്സുകളെ അറിയുന്നവൻ അള്ളാഹുവാണ്. അതുകൊണ്ട് അവൻ സാക്ഷിയാണ്. എന്തിന്? ഇന്നൽ മുനാഫിഖൂന ലകാദിബൂൻ, ഈ കപടവിശ്വാസികൾ കളവാണ് പറയുന്നത് എന്നതിന് അള്ളാഹു സാക്ഷിയാണ്. ഇനി ഇതിലെ രണ്ടാമത്തെ ആയത്താണ്, ഇത്തഖദൂ അയ്മാനഹും ജുന്നതൻ ഫസദ്ദൂ അൻ സബീലില്ലാഹ്.
ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. ഇനി അവരുടെ ചില സ്വഭാവങ്ങൾ പറയാണ്. ഒന്നാമത്തെ സ്വഭാവം ഒന്നാമത്തെ ആയത്തിൽ നമ്മൾ കണ്ടു. പുറത്തൊന്ന് പറയുകയും അകത്തു മറ്റൊന്ന് സൂക്ഷിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന നിലപാട് സ്വീകരിക്കുകയും ചെയ്യുന്ന ആളുകൾ. മൊത്തത്തിൽ ഈ രീതി സ്വീകരിക്കുന്ന എല്ലാവരും യഥാർത്ഥത്തിൽ കപടന്മാരാണ്. ആ കാപട്യത്തിന്റെ തോതിൽ, അതിന്റെ ഗൗരവത്തിൽ മാത്രമേ വ്യത്യാസം ഉണ്ടാവുകയുള്ളൂ. ഇനി ഇവരുടെ രണ്ടാമത്തെ ഒരു കാര്യമായി അള്ളാഹു പറയുന്നത് എന്താ അറിയോ? ഇത്തഖദു ഐമാനഹും ജുന്നത്തൻ. അവരുടെ ഈ സത്യങ്ങളെ ഇത്തഖദു, അവർ അത് സ്വീകരിച്ചിരിക്കുന്നത്, അത് ഉപയോഗപ്പെടുത്തുന്നത് ഏത്? ഐമാനഹും, യമീൻ എന്ന് പറഞ്ഞാൽ സത്യം, ഐമാൻ എന്ന് പറഞ്ഞാൽ സത്യങ്ങൾ. അവർ ചെയ്യുന്ന അങ്ങ് അള്ളാഹുവിന്റെ ദൂതനാണ് എന്നതിന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, അത് സത്യസന്ധമായി ഞങ്ങൾ വിശ്വസിക്കുന്നു എന്ന് പറയുന്ന അവരുടെ ആ ശപഥങ്ങൾ ഉണ്ടല്ലോ, ആ ശപഥങ്ങൾ അവർ അങ്ങനെ ചെയ്യുന്നത് എന്തിനാ? ജുന്നത്തൻ, അതൊരു പരിചയായിട്ടാണ്, അതൊരു പ്രതിരോധമായിട്ടാണ് അവർ ചെയ്യുന്നത്. ഫസദ്ദു അൻ സബീലില്ലാ, അതുവഴി അവർ അള്ളാഹുവിന്റെ മാർഗത്തിൽ നിന്ന് അവർ ആളുകളെ, ജനങ്ങളെ തടയുകയാണ് ചെയ്യുന്നത്. കാരണം എന്താ? യഥാർത്ഥ മുസ്ലിമായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളൊക്കെ എന്ത് ചെയ്യണം? ശിരസ വഹിക്കണം, അനുസരിക്കണം, പ്രവർത്തിക്കണം, അംഗീകരിക്കണം. പക്ഷെ ഇവരതൊന്നും ചെയ്യൂല. ഇവർ പുറമെ ഇസ്ലാം പ്രകടിപ്പിക്കുകയും ചിലപ്പോഴൊക്കെ ബാഹ്യമായി ജമാഅത്തുകളിലൊക്കെ പങ്കെടുക്കുകയും ബാഹ്യമായി നോമ്പനുഷ്ഠിക്കുകയും ഒക്കെ ചെയ്യും. പക്ഷേ ഒരു ആത്മാർത്ഥതയോ അതല്ലെങ്കിൽ സൂക്ഷ്മതയോ ഒന്നും അവർക്കുണ്ടാവുകയില്ല. ഇതിലെന്ത് ചെയ്യും? ഇതുവഴി യഥാർത്ഥത്തിൽ ഇസ്ലാമിലേക്ക് കടന്നു വരുന്നവരെ അവർ തടയുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതി എല്ലാവരും അതുപോലെ ആയിരിക്കും എന്ന് ആളുകൾ വിചാരിക്കും. അപ്പൊ എന്ത് ചെയ്യും? അങ്ങനെ ആളുകൾ ഇസ്ലാമിലേക്ക് വരുന്നതിൽ നിന്ന് ഒരു രൂപത്തിൽ അല്ലെങ്കിൽ മറ്റു രൂപത്തിൽ അവരെ തടയുകയാണ്. ഇത് വല്ലാത്തൊരു കാപട്യമാണല്ലോ. ഇന്നഹും സാഅ മാ കാനൂ യഅമലൂൻ. എന്നിട്ട് അള്ളാഹു പറയാട്ടോ, അവര് പ്രവർത്തിക്കുന്നത് വളരെ മോശം തന്നെയാണ്, വളരെ ചീത്ത തന്നെയാണ് അവരുടെ ഈ കാപട്യം കൊണ്ട് അവർ പ്രവർത്തിക്കുന്നത് എന്നതാണ്. കാരണം എന്താ? അവരറിയാതെ മറ്റുള്ളവരെ കൂടി തടയുകയാണ് യഥാർത്ഥത്തിൽ അവർ ചെയ്യുന്നത് എന്നതാണ്. അപ്പൊ ഇസ്ലാമിനും മുസ്ലിങ്ങൾക്കുമെതിരിൽ പല കുതന്ത്രങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ പുറത്തു ഒന്ന് കാണിക്കുകയും അകത്തു മറ്റൊന്ന് സൂക്ഷിക്കുകയും ചെയ്യുന്ന ഈ രീതി സ്വീകരിച്ചവരായ കപടവിശ്വാസികൾ. അപ്പൊ അള്ളാഹു അവരെ കുറിച്ച് രണ്ടാമത്തെ ഒരു സ്വഭാവം പറയുന്നത്. ഒന്നാമത് പറഞ്ഞു അവരങ്ങയുടെ അടുക്കൽ വന്ന് ഈ പറയുന്നത് പച്ചക്കള്ളമാണ്, അവർക്കതിൽ വിശ്വാസമില്ല. രണ്ടാമത് എന്താ പറയുന്ന അറിയോ? ഇങ്ങനെ അവർ സത്യം ചെയ്യുന്നത് എന്തിനു വേണ്ടിയാണ്? അവരെ ആളുകൾ വിശ്വസിക്കാൻ വേണ്ടി. അവരെ ആളുകൾ വിശ്വസിച്ചിട്ട് അവർക്ക് അതുകൊണ്ട് പല നേട്ടങ്ങളുണ്ട്. ഇപ്പൊ നമുക്കറിയാം, യുദ്ധമുതലുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വിതരണം ചെയ്യുമ്പോൾ അത് അവർക്കും കിട്ടും. കാരണം അവർ എണ്ണത്തിൽ മുസ്ലിങ്ങളാണ്, ഭാഗ്യമായി അവർ മുസ്ലിങ്ങളാണ്. ആരാണ് കപടവിശ്വാസികൾ, ആരാണ് അകത്ത് കാപട്യം സൂക്ഷിക്കുന്നവർ എന്ന് കൃത്യമായി കണ്ടറിയാനോ മനസ്സിലാക്കാനോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. അപ്പൊ അള്ളാഹു തന്നെ പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് അള്ളാഹു ഇവിടെ നബി തിരുമേനിയോട് പറയാണ്, അവരങ്ങനെ പറഞ്ഞാലും അവരുടെ അകത്ത് എന്താണുള്ളത് എന്നതിന് അള്ളാഹു സാക്ഷിയാണ്. പിന്നെ എന്തിനാ അവരിങ്ങനെ വന്ന് സത്യം ചെയ്തൊക്കെ പറയുന്നത്? എന്തിനാ? നിങ്ങൾ അള്ളാഹിന്റെ റസൂലാണ് എന്ന് ഞങ്ങൾ സാക്ഷ്യം വഹിക്കുന്നു, സത്യം ശപഥം ചെയ്യുന്നു എന്നൊക്കെ. അത് അവർക്കൊരു പരിചയമാണ്, എല്ലാവരും അവരെ വിശ്വസിക്കാൻ വേണ്ടി. ഒരുപാട് കളവ് പറയുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ അധികം സത്യം ചെയ്യുക. കാരണം എന്താ? അവർക്കറിയാം അവരെ ആരും വിശ്വസിക്കൂല എന്ന്. അപ്പൊ അവരെന്ത് ചെയ്യും? അങ്ങനെ സത്യം ചെയ്യും. ആ സത്യം ചെയ്യുന്നതിലും അവർക്കൊരു ഭയമൊന്നുമില്ല. ഇതാണ് യഥാർത്ഥത്തിൽ കാപട്യം എന്ന് പറയുന്നത്. ഇത് ഈ കപട വിശ്വാസികൾ മുസ്ലിങ്ങൾക്ക് വലിയ കോട്ടങ്ങളാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കുക. കാരണം എന്താ അറിയോ? ശരിക്കുള്ള ഇസ്ലാമിന്റെ ശത്രുക്കള് അവര് ശത്രുക്കളായി നമുക്കറിയാം. അവരങ്ങനെ പ്രഖ്യാപിക്കുന്നു. അവരെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ നമുക്ക് കഴിയും യഥാർത്ഥത്തിൽ വിശ്വാസികൾക്ക്. പക്ഷെ മുസ്ലിങ്ങളോടൊപ്പം നിന്ന് ആരാണ് മുസ്ലിം, ആരാണ് മുസ്ലിംകൾ അല്ലാത്ത ആളുകൾ, കാപട്യമുള്ളവർ എന്ന് കൃത്യമായി വേർതിരിച്ചറിയാൻ പറ്റില്ല. കാരണം മുസ്ലിങ്ങൾ ഒരു കാര്യം പറയുമ്പോൾ ആ സദസ്സിൽ ഇവരുണ്ടാവും, അവിടെ കാര്യങ്ങളൊക്കെ അറിയും. എന്നിട്ട് മറ്റുള്ളിടത്ത് പോയിട്ട് അവർ വേറുള്ള ആളുകൾക്ക് അത് പറഞ്ഞു കൊടുക്കും. കാരണം ഇവർ കപടന്മാരാണ്. അപ്പൊ ഇത് എക്കാലഘട്ടത്തിലും മുസ്ലിങ്ങൾക്ക് ഏറ്റവും അധികം, മുസ്ലിങ്ങൾക്ക് എന്നല്ല എല്ലാത്തിലും അങ്ങനെ തന്നെയാണല്ലോ,
പുറത്ത് ഞാൻ ഇന്ന ആളാന്ന് പറയാ, എന്നിട്ട് അകത്ത് വേറൊന്ന് സൂക്ഷിക്കുക, എന്നിട്ട് വേറെ ആളുകളോട് പോയിട്ട് വേറെ കാര്യങ്ങൾ പറയാ, ഇവരെ പറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഇത് വലിയ ചതിയാണല്ലോ, വഞ്ചനയാണല്ലോ. ഇവരെ കൊണ്ട് തന്നെയല്ലേ യഥാർത്ഥ ശത്രുക്കളെക്കാൾ ഈ കപടന്മാരായ ശത്രുക്കളെ കൊണ്ടാണ് ഇസ്ലാമിന് എന്നല്ല ആർക്കും വലിയ ദോഷങ്ങൾ ഉണ്ടാവുക. അപ്പൊ ഈ കാപട്യം ഏത് വിഭാഗത്തിലായാലും ഏറെ അപകടമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇനി ഇവരോട് നിങ്ങൾ കുഴപ്പമുണ്ടാക്കരുത് കേട്ടോ എന്നൊക്കെ പറഞ്ഞാലോ, അവർ പറയേ ഞങ്ങള് നന്മ പ്രവർത്തിക്കുന്നവരാ, ഞങ്ങള് സത്യസന്ധമായി പ്രവർത്തിക്കുന്നവരാ എന്നൊക്കെ പറയും. ഖുർആൻ സൂറത്തുൽ ബഖറയിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ഇദാ ഖീല ലകും ലാ തുഫ്സിദൂ ഫിൽ അർളി ഖാലൂ ഇന്നമാ നഹ്നു മുസ്ലിഹൂൻ. നിങ്ങൾ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് എന്ന് അവരോട് പറയപ്പെട്ടാൽ അവർ പറയും, അല്ല ഞങ്ങൾ നന്മയാണ് ചെയ്യുന്നത് എന്നവർ പറയും. പക്ഷെ അള്ളാഹു പറഞ്ഞു തരാം കേട്ടോ, കാരണം അവർക്ക് അവരുടെ അകം അറിയുന്നവൻ അള്ളാഹു മാത്രമാണ്. മറ്റാർക്കും മനസ്സിന്റെ മന്ത്രങ്ങളോ അതിൽ ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളോ അറിയാൻ പ്രവാചകന്മാർക്ക് പോലും സാധ്യമല്ല. അതുകൊണ്ട് അവരോട് ഇങ്ങനെ പറയുമ്പോൾ അവർ പറയും ഞങ്ങൾ നന്മയാണ്, ഞങ്ങൾ നല്ലതാണ് പ്രവർത്തിക്കുന്നത് എന്ന്. പക്ഷെ അള്ളാഹു പറയാ, അല ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ വലാകിൻ ലാ യഅലമൂൻ വലാകിൻ ലാ യശ്ഉറൂൻ. അവരാണ്, അല നിങ്ങൾ അറിയണം എന്ത്, ഇന്നഹും ഹുമുൽ മുഫ്സിദൂൻ, അവർ തന്നെയാണ് കുഴപ്പകാരികൾ, അവർ കുഴപ്പമാണ് ഉണ്ടാക്കുന്നത്. പക്ഷെ അവരത് അറിയുന്നില്ല എന്ന് പറഞ്ഞാൽ എന്താ, ഈ പേര് ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അവർക്ക് പല നേട്ടങ്ങളുണ്ട്. അപ്പൊ നമുക്കറിയാം ചരിത്രങ്ങളിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. ഉഹുദ് യുദ്ധത്തിന്റെ തുടക്കത്തിൽ മുസ്ലിങ്ങൾക്ക് പരാജയം നേരിടാനുണ്ടായ കാരണം എന്താ, യഥാർത്ഥ വിശ്വാസികളല്ലാത്ത കപടന്മാർ ആ യുദ്ധത്തിന്റെ തുടക്കത്തിലും അതിന്റെ വഴിയാത്രയിലും അത് ആരംഭഘട്ടത്തിലുമൊക്കെ പിന്തിരിഞ്ഞോടി. നേരത്തെ അവർ ധൈര്യപൂർവ്വം പുറപ്പെട്ട ആളുകൾ പരാജയപ്പെടുമെന്ന ഭീതിയിൽ പിന്തിരിഞ്ഞോടി. അവർ കപടന്മാരായിരുന്നു. അവർ പിന്നെ എന്തിനാണ് മുസ്ലിങ്ങളുടെ കൂടെ കൂടി യുദ്ധത്തിനൊക്കെ പോകുന്നത് അറിയോ? മുസ്ലിങ്ങൾ വിജയിച്ചാൽ അവർക്ക് ഗനീമത്ത് സ്വത്ത് കിട്ടും, അങ്ങനെ ഒരു താല്പര്യം അവർക്കുണ്ടായിരുന്നു. അതുതന്നെയാണ് ഹുനൈൻ യുദ്ധത്തിലും സംഭവിച്ചത്. അപ്പോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടായതുകൊണ്ട് യാതൊരു കാര്യവുമില്ല എന്ന് ഹുനൈൻ യുദ്ധം മുസ്ലിങ്ങളെ പഠിപ്പിച്ചു. വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട്, ഉഹദ് യുദ്ധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ മുസ്ലിങ്ങൾക്ക് എന്നും തലവേദനയും എന്നും പ്രശ്നവുമായത് യഥാർത്ഥത്തിൽ ഈ രൂപത്തിലുള്ള കപടന്മാരാണ്. ഇത് ആ കാലഘട്ടത്തിൽ മാത്രമല്ല, എല്ലാ കാലഘട്ടത്തിലും മുസ്ലിങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് അവരെ ഒറ്റുകൊടുക്കുന്ന കപടന്മാരാണ് ഏറ്റവും വലിയ ഏതൊരു സമുദായത്തിന്റെയും ഏറ്റവും വലിയ ശത്രുക്കൾ. അത് ഖുർആൻ ഇവിടെ നബി തിരുമേനിയുടെ കാലഘട്ടത്തിൽ സംഭവിച്ച ഒരു ചരിത്രം പറഞ്ഞുകൊണ്ട് നമ്മൾക്കത് വിശദീകരിച്ചു തരികയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, കപടവിശ്വാസികൾ എന്നും തലവേദന തന്നെയാണ്. അവരുണ്ടാക്കുന്ന ആ നഷ്ടം, അവരുണ്ടാക്കുന്ന ആ ബുദ്ധിമുട്ട് അത് കുറച്ചൊന്നുമല്ല. ഇനി മൂന്നാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ അറിയോ, ذلك بأنهم آمنوا ثم كفروا فطبع على قلوبهم فهم لا يفقهون. ذلك بأنهم آمنوا ثم كفروا. ഇങ്ങനെ ഇവർ ചെയ്യുന്നത് എന്താ അറിയോ, ഇവർ ആദ്യം വിശ്വാസികളായിരുന്നു. ആദ്യം ഇവർ വിശ്വാസികളായി ഇസ്ലാം സ്വീകരിച്ചു. സുമ്മ കഫറു, പിന്നെ അവിശ്വസിക്കുകയാണ് ചെയ്തത്. ഫതുബി അലാ ഖുലൂബിഹിം, അങ്ങനെയാണ് അവരുടെ ഹൃദയങ്ങൾക്ക് മുദ്ര വെക്കപ്പെട്ടത്. മുദ്ര വെച്ചു കഴിഞ്ഞാൽ പിന്നെ അതിലേക്കൊന്നും പ്രവേശിക്കുകയില്ല, സത്യങ്ങളൊന്നും അതിലേക്ക് പ്രവേശിക്കുകയില്ല, ഒരു യാഥാർത്ഥ്യവും അവർ അംഗീകരിക്കുകയില്ല. അതുകൊണ്ട് അള്ളാഹു പറയാട്ടോ, അവർ ആദ്യമൊക്കെ സത്യസന്ധമായി വിശ്വസിച്ചിരുന്നു, പിന്നെ ഇങ്ങനെ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും, അതേപോലെ തന്നെ ചില നേട്ടങ്ങളൊക്കെ കപടന്മാരായാൽ തങ്ങൾക്ക് നേടിയെടുക്കാൻ കഴിയും എന്നുള്ള ഒരു ദുഷിച്ച അല്ലെങ്കിൽ ദുഷ്ടചിന്ത അവരെ പിടികൂടുകയും പിന്നീട് അവർ ആ വിശ്വാസം മറച്ചുവെച്ച് അവിശ്വാസികൾ അല്ലെങ്കിൽ കപടവിശ്വാസികൾ ആവുകയുമാണ് ചെയ്തത്. ഈ കാപട്യം കാരണം ഫതുബിഅ അലാ ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങൾക്ക് അല്ലാഹു സീല് വെക്കുകയുണ്ടായി. ഫഹും ലാ യഫ്ഖഹൂൻ, അതവരെ മനസ്സിലാക്കിയതുമില്ല. എന്താ ഈ പറഞ്ഞതിന്റെ അർത്ഥം? കാപട്യം അതൊരു നല്ല കാര്യമായി, അതുകൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് എന്നവർക്ക് തോന്നാനുള്ള കാരണം അവരവരുടെ വിശ്വാസത്തിൽ ഉറച്ചു നിന്നില്ല എന്നതാണ്. വിശ്വാസത്തിന് ശേഷം അവര് അവിശ്വാസത്തിലേക്ക് തിരിച്ചു പോവുകയാണ്.
അതുകൊണ്ടാണ് പടച്ചവൻ പറഞ്ഞത്, ശരിയായ വിശ്വാസികളായിരുന്നു എങ്കിൽ അവർക്ക് ഇങ്ങനെ ചെയ്യാൻ കഴിയില്ലല്ലോ. ഇപ്പൊ അവര് നമസ്കാരത്തിന് പള്ളിയിലേക്ക് വരും. ഇപ്പൊ സഹാബികൾ തന്നെ പറയുന്നുണ്ട്, അറിയപ്പെട്ട കപടന്മാരല്ലാതെ ജമാഅത്ത് നമസ്കാരങ്ങളിൽ നിന്ന് പിന്തിയിരുന്നില്ല എന്ന്. ഈ കാപട്യം ഇങ്ങനെ വളരെ വലുതായ രൂപം ഒരു അവസ്ഥയിലെത്തിയപ്പോഴാണ് ചരിത്രം പറയുന്നുണ്ട്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ആ ബുദ്ധിമുട്ട്, അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ സഹിക്കവയ്യാതെ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിമ്പറിൽ കയറി ഉച്ചസ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു അത്രേ, യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി വലം യഫിൽ ഈമാനു ഇലാ ഖൽബിഹി ലാ തുഉദുൽ മുസ്ലിമീൻ. വിശ്വസിക്കുകയും ഈമാൻ ഹൃദയങ്ങളിലേക്ക് പ്രവേശിച്ചിട്ടുമില്ലാത്തവരുടെ കൂട്ടമേ എന്ന് അഭിസംബോധന ചെയ്തു. അപ്പൊ പള്ളിയിലുള്ള കപടവിശ്വാസികളെ ഉന്നം വെച്ചുകൊണ്ട് നബി തിരുമേനി പറഞ്ഞു, യാ മഅ്ശറ മൻ അസ്ലമ ബിലിസാനിഹി, കേവലം നാവുകൊണ്ട് മുസ്ലിങ്ങളാവുകയും വിശ്വാസം ഹൃദയത്തിലേക്ക് എത്തിയിട്ടുമില്ലാത്തവരുടെ കൂട്ടമേ എന്ന് അഭിസംബോധന ചെയ്തു. എന്നിട്ട് എന്താ പറഞ്ഞത്? ലാ തുഉദുൽ മുസ്ലിമീൻ, നിങ്ങൾ മുസ്ലിങ്ങളെ ഉപദ്രവിക്കരുത്, അവരെ ന്യൂനതകളെ നിങ്ങൾ പിൻപറ്റരുത്. ഇതൊക്കെ അവർ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് അത് ആര് എന്ന് കൃത്യമായി പ്രവാചകൻ അറിയാത്തത് കൊണ്ട് ആ വിശേഷണം അല്ലെങ്കിൽ അങ്ങനെ അഭിസംബോധന ചെയ്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ ആ കാര്യം അവർക്ക് മുമ്പിൽ പ്രകടിപ്പിച്ചതായി ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ചുരുക്കത്തിൽ ഇവരിങ്ങനെ ചെയ്യുന്നത് എന്താ അറിയോ? അവർക്ക് അതുകൊണ്ട് ഒരുപാട് ഭൗതികമായ നേട്ടങ്ങളുണ്ട്. അതേപോലെ തന്നെ അവർക്കുള്ള അവരുടെ ഭൗതിക നേട്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ നഷ്ടപ്പെടാതിരിക്കുവാനും വേണ്ടിയാണ് യഥാർത്ഥത്തിൽ അവരങ്ങനെ ചെയ്തിരുന്നത് എന്നതാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്ന കാര്യം. അങ്ങനെ ആ കാപട്യത്തിൽ അവരിങ്ങനെ ഉറച്ചു നിന്നപ്പോ അള്ളാഹു എന്തു ചെയ്തു? അവന് ഇനി അങ്ങനെ തന്നെ നിൽക്കട്ടെ. അവരുടെ ഹൃദയങ്ങൾക്ക് അള്ളാഹു മുദ്രവെച്ചു എന്ന് പറഞ്ഞാൽ ഒരു നന്മയും ഒരു സത്യവും അതിലേക്ക് പ്രവേശിക്കാത്ത രൂപത്തിൽ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്നതാണ്. എന്നാലോ ബാഹ്യമായിട്ട് അവർക്ക് വലിയ മേന്മകളും അവരുടെ ഒരുപാട് വേറെ വിശേഷണങ്ങളും ഉണ്ട്. അതാണ് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത്. അതെന്താ? ഇദാ റഅയ്തഹും തുഅ്ജിബുക അജ്സാമുഹും വഇൻ യഖൂലൂ തസ്മഅ ലിഖൗലിഹിം കഅന്നഹും ഖുശബും മുസന്നദ യഹ്സബൂന കുല്ല സ്വയ്ഹത്തിൻ ഹുമുൽ അദുവ്വ് യഹ്സബൂന കുല്ല സ്വയ്ഹത്തിൻ അലൈഹിം ഹുമുൽ അദുവ്വ് ഫഹ്ദറുഹും ഖാതലഹുമുല്ലാഹു അന്നാ യുഫകൂൻ. ഇതാണ് 4-ാമത്തെ ആയത്ത്. ഈ ആയത്തിൽ അള്ളാഹു പറയുന്നത് എന്താ അറിയോ? വഇദാ റഅയ്തഹും, നബിയെ താങ്കൾ അവരെ കാണുകയാണെങ്കിൽ, തുഅ്ജിബുക അജ്സാമുഹും, അവരുടെ ശരീരങ്ങൾ അങ്ങയെ അത്ഭുതപ്പെടുത്തും. ഇനി വഇൻ യഖൂലു, അവരെങ്ങാനും സംസാരിക്കുകയാണെങ്കിൽ, തസ്മഅ ലിഖൗലിഹിം, അവരുടെ സംസാരം അങ്ങ് കേട്ട് നിന്നു പോകും എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ കപടവിശ്വാസികൾ. ഒരിക്കലും അവർ കപടന്മാരാണ് എന്ന് തോന്നാത്ത രൂപത്തില് ഒരുപക്ഷെ യഥാർത്ഥ വിശ്വാസികളെക്കാൾ വലിയ ആത്മാർത്ഥത പുറത്ത് പ്രകടിപ്പിച്ചുകൊണ്ടായിരിക്കും അവര് സംസാരിക്കുക. അങ്ങനെ ആയിരിക്കും അവരുടെ ശരീരം എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? ഒരു മുസ്ലിമിന്റെ രൂപത്തിൽ കൃത്യമായി അവര് ആ ആകാര അല്ലെങ്കിൽ ആ ബാഹ്യമായ രൂപങ്ങൾ വരെ സ്വീകരിക്കും. മാത്രമല്ല അവര് സംസാരിക്കുമ്പോൾ ഇസ്ലാമിന്റെ കാര്യങ്ങൾ അങ്ങേയറ്റം ആത്മാർത്ഥമായിട്ടാണ്, ഹൃദയത്തിൽ തട്ടിയാണ് സംസാരിക്കുന്നത് എന്നൊക്കെ അവരുടെ സംസാരം കേട്ടാല് തോന്നിപ്പോകും. മാത്രല്ല കേട്ടോ, ആ സംസാരത്തിൽ അത് കേട്ടാല് നിങ്ങളങ്ങനെ കേട്ട് നിന്നുപോകും. തസ്മഅ ലിഖൗലിഹിം. പക്ഷേ കഅന്നഹും ഖുശബും മുസന്നദ, അവര് യഥാർത്ഥത്തിൽ എന്താ അറിയോ? അതൊക്കെ ഒരു മരത്തടികൾ ചാരി വെച്ചതുപോലെയാണ്. എന്ന് പറഞ്ഞാൽ എന്താ? മരത്തടികൾ ചാരി വെച്ചത് അങ്ങനെ കാണാനേ അത് പറ്റൂ. യഥാർത്ഥത്തില് ഇവരെ കൊണ്ട് ഇസ്ലാമിന് യാതൊരു ഉപകാരവും ഇല്ല എന്ന് മാത്രമല്ല, അവരുടെ വേറെ യഥാർത്ഥ രൂപം നമുക്ക് കാണാനും അറിയാനും കഴിയപ്പെടാ അറിയോ? അതെപ്പോഴാ? യഹ്സബൂന കുല്ല സ്വൈഖത്തിൻ അലൈഹിം, അവർക്കെതിരിൽ എന്തെങ്കിലും ഒരു ശബ്ദം, ആരെങ്കിലും എന്തെങ്കിലും അവരെ കുറിച്ച് പറയുന്നതായി ചെറിയ ഒരു ന്യൂസ്, ഒരു വാർത്ത അവർക്ക് കിട്ടിയാൽ എന്തു ചെയ്യും? അവരെന്ത് ചെയ്യും? അവർ യഥാർത്ഥത്തിൽ അവർക്കിങ്ങനെ ആശങ്കയുണ്ടാക്കും. കാരണം എന്താ?
ഞങ്ങളെ പറ്റിയാണ് ആ പറയുന്നത്, ഞങ്ങളെ ഈ കാപട്യം പുറത്തറിഞ്ഞോ എന്നൊരാശങ്ക അവർക്കുണ്ടാകും. ഇത് യഥാർത്ഥത്തിൽ കളവ് പറയുന്ന ആളുകൾക്കൊക്കെ ഉണ്ടാകുന്നതാ. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മളെ മുഖത്ത് നോക്കി കളവ് പറയുന്ന ആളുകളുണ്ടാകും. അത് സ്ത്രീകളാണെങ്കിലും പുരുഷന്മാരാണെങ്കിലും കുടുംബത്തിൽ ഭാര്യയാണെങ്കിലും ഭർത്താവാണെങ്കിലും ഒക്കെ ഈ കളവ് നമ്മുടെ മുഖത്ത് നോക്കി പറയും. എന്നാൽ അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൊളിയോ എന്നൊരാശങ്ക അവർക്കുണ്ടാകും. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ കപടവിശ്വാസികൾക്കുള്ളത്. അവരിങ്ങനെ ഞങ്ങൾ ഈ കാപട്യമാണ്, ഞങ്ങളിപ്പോൾ പറഞ്ഞതിനെതിരായിട്ട് അപ്പുറം പോയി പ്രവർത്തിക്കുന്നത് ഇവരറിയുന്നുണ്ടോ, അതല്ല ഞങ്ങളുടെ ഈ സംസാരത്തിലൊക്കെ ഇവർക്ക് എന്തെങ്കിലും സംശയമുണ്ടോ, കാരണം അവിടുന്ന് ഇങ്ങനെ ഒന്ന് കേട്ടല്ലോ, ഇങ്ങനെ ആളുകൾ പറയുന്നൊക്കെ ഉണ്ടല്ലോ, നമ്മളെ പറ്റി തന്നെയാണോ അത്, ഇങ്ങനെ ഒരുപാട് ആശങ്കകൾ അവർക്കുണ്ടാവും. കാരണം എന്താ, അവരുടെ ഉള്ളിൽ കാപട്യാന്ന് അവർക്കറിയാം, വേറെ ആർക്കും അറിയില്ലെങ്കിലും അവർക്കും അള്ളാഹുവിനും അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എതിരായി എവിടെ നിന്നെങ്കിലും എന്തെങ്കിലും ഒരു വാക്കോ ഒരു ചെറിയ സംസാരമോ കേട്ടാൽ അവരുടെ മനസ്സിൽ ഇങ്ങനെ ഒരു ആശങ്കയുണ്ടാകും, തങ്ങളുടെ ഈ കാപട്യം പൊളിഞ്ഞോ എന്നുള്ളത്. ഇങ്ങനെയൊക്കെയാണ് അവരുടെ അവസ്ഥ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് എന്താ, ഇസ്ലാമിന് അവരെ കൊണ്ട് യാതൊരു നന്മയും ഇല്ലെന്ന് മാത്രമല്ല വലിയ ദോഷമാണ് എന്ന് അള്ളാഹു മുസ്ലിങ്ങളെ കൃത്യമായി ബോധവാന്മാരാക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയുന്നത് ഹുമുൽ അദുവ്വു ഫഹ്ദറുഹും, യഥാർത്ഥത്തിൽ അവരാണ് യഥാർത്ഥത്തിലുള്ള ശത്രുക്കൾ. ഫഹ്ദറുഹും, അവരെ സൂക്ഷിക്കണം കേട്ടോ. ഖാത്തലഹുമുല്ലാഹു അന്നാ യുഫകൂൻ, അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ. എങ്ങനെയാണ് ഈ സത്യത്തിൽ നിന്ന് അവർ തെറ്റിപ്പോകുന്നത്? കാരണം ആദ്യം അവർ വിശ്വസിച്ചിരുന്നല്ലോ, പിന്നെ അവിശ്വസിക്കുകയാണ് ചെയ്തത്. അപ്പൊ ഇങ്ങനെ യഥാർത്ഥ വിശ്വാസത്തിൽ നിന്ന് ഭൗതികമായ ചില താല്പര്യങ്ങൾക്ക് വേണ്ടി അവരെന്ത് ചെയ്തു? ഈ കാപട്യം അവര് കാത്തു സൂക്ഷിച്ചു. അപ്പൊ അള്ളാഹു അവരെ ശപിക്കട്ടെ, നശിപ്പിക്കട്ടെ. ഇത് അള്ളാഹുവിന് അവരോടുള്ള വെറുപ്പാണ് ഈ വാക്കിലൂടെ, ഖാത്തലഹുമുല്ലാ എന്ന വാക്കിലൂടെ. എന്ന് പറഞ്ഞാൽ അവനെ ശപിക്കട്ടെ എന്നോ അവനെ നശിപ്പിക്കട്ടെ എന്നോ അവൻ നശിക്കട്ടെ എന്നൊക്കെയാണ് അതിന്റെ അർത്ഥം. ഇവിടെ പറയുന്നതാ, അള്ളാഹു അവരെ അല്ലെങ്കിൽ അവനെ എന്ത് ചെയ്തിട്ടെ, അള്ളാഹു അവരെ നശിപ്പിക്കട്ടെ. അന്നാ യൂഫകൂൻ, എങ്ങനെയാണ് സത്യത്തിൽ നിന്ന് അവർ വ്യതിചലിച്ചു പോകുന്നത്? അപ്പൊ യഥാർത്ഥത്തില് ഖുർആൻ പറയട്ടോ, അവരാണ് യഥാർത്ഥത്തിലുള്ള ശത്രുക്കൾ. ഇപ്പൊ നമുക്കറിയാലോ, നമ്മളെ ഏറ്റവും അടുത്തൊരാള് നമ്മളോടൊന്ന് പറയുകയും പുറത്ത് അതിനെതിരായി വേറെ ഒരാളോട് വേറെ പറയുകയും ചെയ്യുമ്പോൾ നമ്മുടെ അടുത്ത അല്ലെങ്കിൽ നമ്മുടെ ഭാര്യ അല്ലെങ്കിൽ നമ്മുടെ അടുത്ത സുഹൃത്തുക്കള് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏറ്റവും അധികം വിഷമം ഉണ്ടാവുമല്ലോ. കാരണം എന്താ, നമ്മൾ ഏറ്റവും അധികം വിശ്വസിക്കുന്നത് അവരെയാണ്. അവരാണ് നമ്മളോട് കളവ് പറയുന്നത്, അവരാണ് നമ്മളിങ്ങനെ വഞ്ചിക്കുന്നത്. അങ്ങനെ ആകുമ്പം അതന്നെയാണ് കാപട്യം എന്ന് പറയുന്നത്. ഈ കാപട്യം അത് വിശ്വാസത്തിലുണ്ടാകും, അതത് വലിയ ഇസ്ലാമെന്ന് പുറത്തു പോകുന്ന കാര്യമാകും. ഒരുപക്ഷെ നമ്മുടെ സംസാരത്തിൽ ഉണ്ടാകും, അതും കാപട്യം തന്നെയാണ്. ഇസ്ലാമെന്ന് പുറത്തു പോകുന്നില്ല എങ്കിലും അത് വലിയ ഒരു ദുഷിച്ച കാര്യമാണ് എന്ന് ഇതോടൊപ്പം ചേർത്ത് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ 1 മുതൽ 4 വരെയുള്ള സൂറത്തുൽ മുനാഫിഖൂനിലെ ആയത്തുകളാണ് ഇന്ന് നമ്മൾ വിശദീകരിച്ചിട്ടുള്ളത്. ഇതിൽ നമ്മൾക്കും ഈ കാലഘട്ടത്തിലുള്ള ഇത്തരം കപടന്മാർക്കുമൊക്കെ ഒരുപാട് പാഠങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇന്നും ഈ അധ്യായവും ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും ഏറെ ശ്രദ്ധേയമാകുന്നത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.